ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഒരു പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ആയാലോ. ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം അളന്നെടുത്ത് അടുപ്പത്ത് വെക്കാം. ഞാൻ 2 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. വെള്ളം നന്നായി തിളക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ഇട്ടെടുക്കാം. 2 ഗ്ലാസ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എത്രയാണ് പൊടി എടുക്കുന്നത് വെച്ചാൽ ആ അളവിൽ തന്നെ നമുക്ക് വെള്ളം വെക്കണം. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം എല്ലാത്തിലും എത്തുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പൊടി കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം. കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് ഈ ചൂടോടെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. നമ്മൾ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളം നനച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇത് ചൂടോടെ കുഴച്ചില്ലെങ്കിൽ നന്നാവില്ല കേട്ടോ. ചൂടോടെ തന്നെ കുഴക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊടിയെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായി കുഴച്ചെടുക്കണം, എന്നെങ്കിലേ നന്നാവുള്ളൂ. നല്ല സോഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നന്നായി കുഴച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് പൊടി തൂകിയിട്ട് ഒന്ന് പരത്തി ഒന്ന് നീട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ബോളുകളാക്കി മാറ്റാം. ഇനി നമുക്ക് ഈ ചെറിയ ബോൾസ് നമുക്ക് ഒരു പൊടിയിൽ മുക്കിയെടുക്കാം. പൊടിയിൽ മുക്കിയെടുത്ത് നമുക്ക് പ്രസ്സിൽ അമർത്തിയെടുക്കാം. അമർത്തിയ ശേഷം നമുക്ക് കല്ലിൽ വെച്ച് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് പത്തിരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അറിയാത്തവരൊന്ന് ഉണ്ടാക്കണം. ആരും വല്ലാതെ അറിയാത്തവരൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി ചുട്ടെടുക്കാം.
ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി പത്തിരി ഇട്ട് കൊടുത്ത് ഒരു സൈഡൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡ് ചൂടാകുമ്പോൾ ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായി പൊന്തി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങളെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ലൈക്കും സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിക്കുന്നു.